മോളെ വാവേ. വൈകിയെ നോക്കി ദേഷ്യത്തോടെ മുഖം ഒറ്റത്തിരിക്കലായിരുന്നു വാവ. ചേച്ചി, അവള് മനുവിനരികിൽ പോകും. വെപ്രാളത്തോടെ വൈക പറയുമ്പോൾ ബിന്ദു ചേച്ചിയുടെ മനസ്സിലും അങ്ങനെ ഒരു കാര്യം തോന്നിയിരുന്നു. വാവ മുന്നും പിന്നും ചിന്തിക്കാതെ എടുത്തു ചാടും. അവളൊരു പെൺകുട്ടിയാണ്, പരിമിതികളുണ്ട്. വൈക പറഞ്ഞ കാര്യങ്ങളുടെ ഞെട്ടൽ ബിന്ദു ചേച്ചിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. അതേ ഞെട്ടലോടെയാണ് വാവയ്ക്ക് പിന്നാലെ ഓടിച്ചെന്നത്. പിന്നാലെ വൈകിയും. നിൽക്കും മോളെ. ബിന്ദു ചേച്ചി മുറ്റത്തേക്കിറങ്ങി അതിവേഗത്തിൽ നടന്നു പോകുന്നവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. കൈ ബലമായി വലിച്ചെടുത്തുകൊണ്ട് ബിന്ദു ചേച്ചിക്ക് പിന്നിൽ നിൽക്കുന്ന വൈകിയെ രൂക്ഷമായി നോക്കി, കത്തിച്ച് ചാമ്പലാക്കാനുള്ള കോപത്തോടെ. ഒരുത്തം പിച്ച് ചീന്തിയിട്ടും പ്രതികരിക്കാതെ നടക്കുന്ന നിങ്ങളൊക്കെ പെൺവർഗത്തിന് തന്നെ അപമാനമാണ് മോളെ. വർദ്ധിച്ച കോപത്തോടെ മുന്നിൽ നിൽക്കുന്നവളെ വിതുമ്പലടക്കി വിളിച്ചവൾ. മിണ്ടരുത് നിങ്ങൾ. വാവേ മതി, നിർത്ത്. ഇവള് നിന്റെ ചേച്ചിയാ. നിനക്ക് വേണ്ടി അവൾ അത്രയും സഹിച്ച്. നിർത്ത് ചേച്ചി. കൈ ഉയർത്തി ബിന്ദു ചേച്ചിയെ തടഞ്ഞു. ആ നിമിഷം തന്നെ സുരേഷേട്ടൻ്റെ ഓട്ടോ മുറ്റത്തേക്ക് കയറി വന്നു. വാവയുമായി എന്തോ വാക്കേറ്റത്തിലേർപ്പെടുന്ന തൻ്റെ ഭാര്യ. അരികിൽ വിതുമ്പിക്കൊണ്ട് നിൽക്കുന്ന വൈക. അയാൾ വേഗം ഓട്ടോ നിർത്തിയിറങ്ങി അവർക്കരികിലേക്ക് ചെന്നു. എൻ്റെ ന്യൂഡ് വീഡിയോ കാണിച്ച് ചേച്ചി അവൻ ഭയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതെന്നോട് പറയണം. കാരണം അതെന്നെ സംബന്ധിക്കുന്ന കാര്യമാണ്. അല്ല നീ പോടാ പുല്ലേ എന്ന് പറയാനുള്ള തൻ്റെ ഇടമെങ്കിലും കാണിക്കണം. എന്താ എന്താ പ്രശ്നം? സുരേഷ് 3 പേരെയും മാറി മാറി നോക്കി. ആരും മിണ്ടുന്നില്ല. എന്താ ബിന്ദു പ്രശ്നം? ക്ഷമ നശിച്ചയാൾ ചോദിച്ചു. മുറ്റത്താണ് നിൽക്കുന്നത്. അയൽപ്പക്കത്തൊക്കെ ആളുകളുണ്ട്. ബിന്ദു ഭർത്താവിനെ അകത്തേക്ക് വിളിച്ചു. ഒപ്പം വൈകിയെയും വാവയെയും. വരാൻ കൂട്ടാക്കാതിരുന്ന വാവയെ നിർബന്ധിച്ചാണ് അകത്തേക്ക് കൂട്ടിയത്. വൈക തളർച്ചയോടെ ഹാളിൽ കിടന്ന കസാരയിലേക്കിരുന്നു. വാവ ദേഷ്യം അടക്കാനാകാതെ നിൽക്കുകയാണ്. ബിന്ദു ഭർത്താവിൻ്റെ കൈ പിടിച്ച് അടുക്കളയിലേക്ക് ഇറങ്ങി. കാര്യമായ എന്തോ പ്രശ്നമാണെന്നും വാവ പറയുന്നതൊക്കെ കുറച്ചൊക്കെ കേട്ട് സുരേഷിനും മനസ്സിലായി. സുരേഷേട്ടാ, അവനാ മനു, വൈകമോളെ. ഭർത്താവിനോട് പറയാൻ അവർക്കെന്തോ ബുദ്ധിമുട്ട് തോന്നി. പെട്ടെന്ന് മനു എന്ന് കേട്ടപ്പോൾ അയാൾക്കും ഒന്നും മനസ്സിലായില്ല. എന്താന്ന് നീയൊന്ന് തെളിച്ചു പറ ബിന്ദു. മഹേഷിൻ്റെ അനിയൻ, അവൻ വൈകമോളെ നശിപ്പിച്ചെന്ന് പറയുന്നതിനൊപ്പം അവർ പൊട്ടിക്കരയുകയും ചെയ്തു. എന്താ? ആദ്യത്തെ പകപ്പ് മാറിയതും അയാൾ വിശ്വാസം വരാത്തതുപോലെ വീണ്ടും ചോദിച്ചു. സത്യമാണെന്ന് ബിന്ദു മൂളി. അവൻ്റെ കയ്യിൽ ഭാവയുടെ എന്തോ വീഡിയോ ഉണ്ടെന്നാ പറയുന്നത്. അതും പറഞ്ഞ വൈകമോളെ പേടിപ്പിച്ചവിടെ നിർത്തിയതെന്ന്. എൻ്റെ ഈശ്വര! സുരേഷ് വിറയലോടെ നെഞ്ചത്ത് കൈവച്ചുപോയി. എൻ്റെ കുഞ്ഞുങ്ങളെ എന്തിനാ ഈശ്വര നീ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? വാവ എവിടെ? ഹാളിലേക്ക് വന്ന് പകപ്പോടെ ചുറ്റും നോക്കി. വൈകിയും അപ്പോഴാണ് ഞെട്ടലോടെ നാലുപാടും നോക്കുന്നത്. വെപ്രാളത്തോടെ സുരേഷേട്ടൻ പുറത്തേക്കോടി. ബിന്ദു ചേച്ചി പുറത്തേക്ക് ഓടാൻ തുടങ്ങിയ വൈകിയെ പിടിച്ചു വെച്ചു. ഓട്ടോ സ്റ്റാർട്ടാക്കി അതിവേഗം സുരേഷേട്ടൻ റോഡിലേക്കിറങ്ങി. മനുവിൻ്റെ വീട്ടിലേക്ക് തന്നെയാകും പോയിട്ടുണ്ടാകുക. ഏറെ ദൂരെ സഞ്ചരിച്ചിട്ടും കാണാതായപ്പോൾ ഓട്ടോ സൈഡിലൊതുക്കി ഭാര്യയെ വിളിച്ചു. ആ ബിന്ദു, വാവ വീട്ടിലുണ്ടോയെന്ന് നോക്കിയേ. ഇല്ല സുരേഷേട്ടാ, വേദു ഇപ്പോഴാണ് ഇങ്ങോട്ട് വന്നത്. അവിടെ ഇല്ല. മറ്റൊന്നും പറയാതെ അയാൾ ഫോൺ കട്ടാക്കി. മഹേഷിൻ്റെ വീടിന് നേരെ ഓട്ടോ വേഗതയിൽ പാഞ്ഞു. എൻ്റെ ഈശ്വര, ഈ കൊച്ച്! വഴിക്കിരുവശത്തും നോക്കി ആദിയോടെ അയാൾ പറഞ്ഞു. മഹേഷിൻ്റെ വീടിന് മുന്നിൽ ഓട്ടോയിലിറങ്ങി അതിവേഗം പായുന്നവളെ ഓട്ടോക്കാരൻ പിന്നീന്ന് വിളിച്ചു. കൊച്ചെ, കാശ് തന്നിട്ട് പോ. ഇതൊക്കെ എവിടുന്ന് വരുന്നോ? താൻ വിളിച്ചതോ പറഞ്ഞതോ കേൾക്കാതെ പോകുന്നവളെ നോക്കി പിറുപിറുത്തയാൾ മുണ്ടൊതുക്കി ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. അകത്തേക്ക് കയറുന്ന കൂടെ വാവ ചുറ്റും എന്തിനോ വേണ്ടി തിരിഞ്ഞു. നോട്ടം മുല്ലവള്ളി കയറാൻ വീടിനോട് ചേർന്ന് നാട്ടിവെച്ചിരിക്കുന്ന ഒരു PVC പൈപ്പിലെത്തിയപ്പോൾ വേഗം ചെന്ന് ആ പൈപ്പ് പൊക്കിയെടുത്തു. മുല്ലവള്ളി നിലത്തേക്ക് ഊർന്നു വീണു. തുറന്നു കിടന്ന വാതിൽ വഴി അകത്തേക്ക് കയറി. അവിടെ ആരേലും ഉണ്ടോ ഇല്ലയോ, പിന്നീടുണ്ടാകുന്ന ഭവിഷ്യത്തുകളോ ഒന്നും അവൾ ഓർത്തില്ല. അവൻ്റെ തലമണ്ട തല്ലിപ്പൊളിക്കണം, അവൻ ജീവിക്കണ്ട എന്ന് മാത്രമേ അപ്പോൾ തോന്നിയുള്ളൂ. ഗേറ്റിന് പുറത്ത് നിന്ന വൈശാഖിൻ്റെ ആളുകൾ വാവയുടെ ഫോട്ടോ സഹിതം വൈശാഖിന് അയച്ചും കൊടുത്തു. ഏട്ടൻ ബാംഗ്ലൂർക്ക് പോകുമെന്നാണ് മെസ്സേജ് ഇട്ടത്. മറ്റൊന്നും പറഞ്ഞില്ല. വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫും. 2 ദിവസം കഴിയുമ്പോൾ ഇങ്ങ് വരും. ആ, അവരേട്ടനോട് വഴക്കിട്ട് പോയി. അവരെല്ലാം കൂടെ അമ്മയുടെ തറവാട്ടിൽ പോയിരിക്കുക.
ഫോണിൽ ആരോടോ സംസാരിച്ചു കൊണ്ട് നിന്ന മനു പിന്നിലെ കാൽപ്പെരുമാറ്റം കേട്ട് തിരിഞ്ഞ നിമിഷം ഇടതുവശം തീർത്ത് നെറ്റിയും തലയും ചേർത്ത് കിട്ടി ഒരെണ്ണം. ഫോൺ നിലത്തേക്ക് തെറിച്ചു വീണു. മനു തരിച്ചു നിന്നുപോയി. ഒരു നിമിഷം വേണ്ടി വന്നു അവൻ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ. നെറ്റിയും തലയും ചേർത്തവൻ താങ്ങി പിടിച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്നവളെ നോക്കി. അപ്പോഴും തലയുടെ പെരുപ്പ് മാറിയിട്ടില്ല. തല ചുറ്റും പോലെ തോന്നിയവന്. സർവശക്തിയും എടുത്ത് അവനെ മുന്നിൽ കണ്ടതിൻ്റെ ദേഷ്യവും PVC പൊട്ടും വിധമുള്ള അടിയുമായിരുന്നു. നിലത്ത് കിടന്ന ഫോൺ അവൾ കുനിഞ്ഞെടുത്തു. ലോക്കല്ല, ആരോ ഹലോ ഹലോ വയ്ക്കുന്നുണ്ട്. ഫോൺ കട്ടാക്കി ഗാലറി ഓപ്പൺ ചെയ്ത് വീഡിയോസ് എടുത്തു. തൻ്റെ വീഡിയോ. കണ്ണുകൾ നിറഞ്ഞില്ല. ഫോൺ കയ്യിലിരുന്ന് ഞെരിഞ്ഞമർന്നു. നീ ഇത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യും അല്ലേ? ചെയ്യടാ. നീ എന്താ വിചാരിച്ചത്? നീ ഇതങ്ങ് പോസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചാൽ ഞാനങ്ങ് പേടിക്കുമെന്നോ? എൻ്റെ ചേച്ചി പേടിക്കും, പക്ഷേ ഈ വൈഷ്ണവി പേടിക്കില്ല. ദേ ഇതാ എനിക്ക്. കയ്യിലെ രോമം പറിച്ച് ഊതി കാണിച്ചവൾ. ലോകത്തുള്ള സ്ത്രീകൾക്കുള്ളതൊക്കെ എനിക്കുള്ളൂ. അതല്ല നിൻ്റെ അമ്മയ്ക്കും പെങ്ങൾക്കും ഇല്ലാത്തതായിട്ട് കൂടുതൽ എന്തേലും എനിക്കുണ്ടായി. അങ്ങനെ കാണുന്നവരങ്ങ് കാണട്ടെന്ന് ഞാനങ്ങ് വിചാരിക്കും. ഡീ! ദേഷ്യത്തോടെ കൈനീട്ടി മുന്നിലേക്ക് വന്നവനെ കാണെ പിന്നിലേക്ക് നീങ്ങി അവളവൻ്റെ ഫോൺ എടുത്ത് ആഞ്ഞു നിലത്തേക്ക് എറിഞ്ഞു. അവൻ്റെ അമ്മയുടെ ഫോണും കോപ്പിലെ ഒരു വീഡിയോയും. ഡീ കഴിവേറി മോളെ! തലയുടെ പെരുപ്പ് മാറിയ നിമിഷം ഞൊടിയിടയിൽ വാവയുടെ അരികിലേക്ക് പാഞ്ഞു വന്നവൻ. കയ്യിലിരുന്ന പൈപ്പ് അവന് നേരെ വീശിയടിക്കാൻ ഉയർത്തിയപ്പോൾ ഇടതു കൈ കൊണ്ട് മനു പൈപ്പിൽ പിടിമുറുക്കി. വലതു കൈ തൻ്റെ കഴുത്തിന് നേരെ കൊണ്ടുവരുന്നവനെ കണ്ട് PVC പൈപ്പിൽ നിന്നുള്ള പിടിയയച്ച് വാതിലിന് നേരെ പുറത്തേക്ക് തിരിഞ്ഞു. പിന്നിലൂടെ പാഞ്ഞു ചെന്നവൻ അവളുടെ കഴുത്തിൽ വട്ടം ചുറ്റിപ്പിടിച്ചു. തൻ്റെ ദേഹത്തേക്ക് അമർത്തി പിടിച്ചു. കഴുത്തിൽ മനുവിൻ്റെ കൈ മുറുക്കുന്ന വേദന അറിഞ്ഞിട്ടും പല്ല് കടിച്ചു നിന്ന് അവനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. നീ എന്താടി കരുതിയത്? എൻ്റെ വീട്ടിൽ കയറി വന്ന് എനിക്കിട്ടങ്ങ് ഉണ്ടാക്കിയിട്ട് കടന്നു കളയാമെന്നോ? ഒന്നുകൂടെ കൈ അവളുടെ കഴുത്തിൽ അമർത്തിയവൻ. ചുവന്ന ഞരമ്പുകൾ പടർന്ന കണ്ണുകളിൽ നിന്നും മിഴിനീർ പൊഴിഞ്ഞു. തോറ്റുകൊടുക്കാൻ അപ്പോഴും മനസ്സിലായിരുന്നു വാവയ്ക്ക്. നിന്റെ ചേച്ചി ഇതുപോലെ എൻ്റെ കയ്യിൽ കിടന്ന് കുറേ കുതറിയതാ. എന്തു ചെയ്യാം, ലാസ്റ്റ് ഈ മനുവിന് മുന്നിൽ കീഴടങ്ങേണ്ട വന്നില്ലേ? അല്ല, കീഴടക്കി. അവളുടെ ചെവിക്കരികിലേക്ക് മുഖോടിപ്പിച്ചവൻ പറഞ്ഞു. നിന്നെ വിവസ്ത്രയായി കണ്ട നിമിഷം മുതൽ ആഗ്രഹിച്ചതാ മനു. ഇപ്പോൾ നീയായിട്ട് തന്നെ ദേ എൻ്റെ മുന്നിൽ. പല്ലുകടിച്ച് വല്ലാത്തൊരു ആനന്ദച്ചിരിയോടെ പറയുന്നവൻ്റെ അടിനാവി നോക്കി കാല് പിന്നിലേക്ക് വളച്ച് ഒരു തൊഴി കൊടുത്തു. കഴുത്തിൽ മുറുകിയ അവൻ്റെ കൈ അയഞ്ഞു. കഴുത്തിൽ ചെറിയൊരു നീറ്റൽ പോലെ തോന്നുന്നുണ്ടെങ്കിലും മുന്നിൽ നിൽക്കുന്ന വെറി പിടിച്ച നായയെ കൊല്ലാനുള്ള ദേഷ്യമാണ് വാവയ്ക്ക്. ഡീ! കൈ വീശി അവൻ്റെ കവിളിൽ ആഞ്ഞടിച്ചു. പാട്ടി മോളെ! പാഞ്ഞു വന്നവൻ അവളുടെ മുടിക്കുത്തിൽ പിടിച്ച് ഒരു സൈഡ് കൊണ്ട് അവളെ ഭിത്തിയിലേക്ക് ആഞ്ഞടിച്ചു. ചെവിയിൽ വണ്ടു മൂളുന്നത് പോലെ തോന്നി വാവയ്ക്ക്. നെറ്റിയിൽ നിന്നും കൺപോളകളെ തഴുകി ചുടുരക്തം ഒഴുകി. ഇവൻ്റെ കൈകൊണ്ടൊരു മരണമാണ് തൻ്റെ വിധിയെങ്കിൽ ഇല്ല, വാവ മരണത്തിന് കീഴടങ്ങിയാൽ പോലും ഇവനെ കൊണ്ടേ പോകൂ. മുന്നിലേക്ക് വല്ലാത്തൊരു ഭാവത്തോടെ വരുന്നവനെ മങ്ങിയ കാഴ്ചയിൽ കണ്ടു. കണ്ണുകൾ അടച്ചൊന്നു തുറന്നു. കൺപീലികളിലെ രക്തത്തുള്ളികൾ നിലത്തേക്കിറ്റ് വീണു. പിന്നിലെ ജനൽപ്പടിയിലേക്ക് കൈ ചേർത്ത് വെച്ച് ചാരുമ്പോൾ മിനുസമുള്ള എന്തോ ഒന്ന് കയ്യിൽ തടഞ്ഞു. ഒന്നുകൂടെ അതെന്താണെന്ന് നോക്കുന്നതിനൊപ്പം ആ ബ്ലേഡ് അവൾ കയ്യിലെടുത്തു. നിന്റെ അവസാനം ഇവിടെ കിടന്ന് എൻ്റെ കൈ കൊണ്ടാണല്ലോ വാവേ, താളത്തിൽ പറഞ്ഞവൻ അവളുടെ അരികിലേക്ക് നടന്നു വന്നു. എങ്കിൽ നിന്നെയും കൊണ്ടേ പോകുന്നുള്ളടാ, അലറി പറഞ്ഞവൾ ബ്ലേഡ് അവൻ്റെ വയറിന് നേരെ വീശി. മനു പിന്നിലേക്ക് നീങ്ങുന്നതിന് മുന്നേ ധരിച്ചിരുന്ന ഷർട്ട് കീറി ബ്ലേഡ് അവൻ്റെ വയറിലൂടെ വരഞ്ഞുപോയി. വയറും പൊത്തിപ്പിടിച്ചവൻ കുനിഞ്ഞ നേരം നിലത്ത് കിടന്ന പൈപ്പ് അവൾ എടുത്തു. കൈ വീശി വീശി അടിച്ചു, തലയ്ക്കിട്ട് തന്നെ. അവൻ കൈകൊണ്ട് തടയാൻ കൈ ഉയർത്തിയപ്പോൾ കൈക്കിട്ടും കൊടുത്തു. അവന് പ്രതിരോധിക്കാനുള്ള അവസരം കൊടുത്തില്ല. പൊട്ടിച്ചിതറിയ PVCയുടെ നീളം കുറഞ്ഞു വന്നിട്ടും ദേഷ്യം തീരാതെ അടിച്ചവൾ നിലത്തേക്ക് വീണു പോയവൻ്റെ മർമ്മം നോക്കി ആഞ്ഞാഞ്ഞി ചവിട്ടി. പല്ല് കടിച്ചു പിടിച്ചവൻ വേദന സഹിക്കാതെ അലറി. ഈ സാമാനം ഉണ്ടായിട്ടല്ലേ നിനക്കിത്ര കഴിക്കുന്നത്? എന്നിട്ടും ദേഷ്യം തീർന്നില്ല. സ്ലിപ്പർ ധരിച്ച കാലുകൊണ്ട് ചവിട്ടി അരച്ചു.
ഓട്ടോ നിർത്തി പരിഭ്രാന്തിയോടെ ഓടി വരുമ്പോൾ മഹേഷിൻ്റെ അലർച്ച സുരേഷേട്ടൻ കേട്ടിരുന്നു. മുറ്റത്ത് കിടക്കുന്ന ഓട്ടോ കണ്ട് മുഖം ചുളിച്ച് മാധവൻ ടാക്സിക്കാരന് കാശ് കൊടുത്തു. മഹിമയും ദേവകിയമ്മയും പിള്ളേരും അകത്തേക്ക് നടന്നു. ബോധമില്ലാതെ നിലത്ത് കിടക്കുന്നവൻ്റെ നെഞ്ചത്തും മുഖത്തും കാലിൽ കിടന്ന സ്ലിപ്പർ ഊരി മാറി മാറി വീശി വീശി അടിക്കുന്നവളെ സുരേഷേട്ടൻ പകപ്പോടെ ഒരു നിമിഷം തരിച്ചു നോക്കി നിന്നുപോയി. ബോധം വീണ്ടെടുത്ത പോലെ ഓടിച്ചെന്നവളെ പിടിച്ചു മാറ്റി. വിടന്നെ, അവനെ എനിക്ക് കൊല്ലണം. സുരേഷേട്ടൻ പിന്നിലേക്ക് അവളെ വലിച്ചു പൊക്കുമ്പോൾ നിലത്ത് കാലിട്ട് അവൾ നിരക്കിക്കൊണ്ട് മുന്നോട്ടാഞ്ഞു. സ്ഥലകാലബോധം നഷ്ടപ്പെട്ടവളെ പോലെ. അയ്യോ എൻ്റെ മോളെ! അവളെ അധിക നേരം പിടിച്ചു വയ്ക്കാനാകാതെ നിലത്തേക്കിരുത്തി. നെറ്റി മുറിഞ്ഞ് മുഖം മുഴുവൻ രക്തമാണ്. വായിലെ രക്തം അവൾ നിലത്തേക്ക് തുപ്പി. ഒരു ഭ്രാന്തിയെപ്പോലെ വീണ്ടും ചുറ്റും എന്തിനോ വേണ്ടി പരതുന്നവളെ സുരേഷേട്ടൻ ഭയത്തോടെ നോക്കി. ചലനമറ്റ് കിടക്കുന്ന മനുവിനെ തിരിഞ്ഞൊന്ന് നോക്കി. അവൻ മരണപ്പെട്ടോ എന്നുപോലും അയാൾ ഭയന്നു. മുണ്ടിൻ്റെ അരികു വലിച്ചു കീറി വാവയുടെ നെറ്റി ചുറ്റിക്കെട്ടിവെച്ചു. ഇനി എത്രയും വേഗം വാവയെയും കൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. ആ ഒരു ചിന്ത മാത്രമേ അപ്പോൾ അയാൾക്കുണ്ടായിരുന്നുള്ളൂ. അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് വാതിലിന് നേരെ കൊണ്ടുവരുമ്പോൾ കണ്ടു താഴേന്ന് കയറി വരുന്നവരെ. വാവയുടെ അലർച്ച കേട്ട് പരിഭ്രാന്തിയോടെ ഓടി വരുമ്പോൾ കാണുന്നത് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന സുരേഷേട്ടനെയും വെറി പിടിച്ചു നിൽക്കുന്ന വാവയെയുമാണ്. അമ്പരപ്പോടെ മൂവരും വാവയെ നോക്കി. അകത്തെ റൂമിലേക്ക് നോക്കിയ മാധവിയമ്മ നിലത്ത് കിടക്കുന്ന മനുവിൻ്റെ തല മാത്രം കണ്ടു. സംശയത്തോടെ അകത്തേക്ക് കയറി അവർ അലമുറയിട്ട് കരഞ്ഞു. പിന്നാലെ മാധവനും മഹിമയും കുട്ടികളെയും കൊണ്ട് അകത്തേക്ക് കയറി. എന്താടോ എൻ്റെ കുഞ്ഞിനെ നീയൊക്കെ കൂടി ചെയ്തത്? ദേവകിയമ്മ അലറി വിളിച്ച് സുരേഷേട്ടന് മുന്നിൽ വന്ന് നിൽക്കുമ്പോഴേക്കും കൈവീശി വാവയൊന്ന് കൊടുത്തു. ഇതുപോലൊരു അസുരവിത്തിനെ പ്രസവിച്ചതിന് അവനെ ഞാൻ കൊന്നു, വാവ വാശിയോടെ പറഞ്ഞു. അയ്യോ! അവരെ മറികടന്ന് താഴേക്കിറങ്ങുമ്പോൾ മുകളിൽ നിന്നുള്ള അലർച്ച വാവ കേട്ടു. തൂലയട്ടെ നാശം! മാധവൻ ദേവകിയമ്മയെയും മഹിമയെയും വഴക്ക് പറയുന്നുണ്ട്. കാറിക്കൂവി വിളിക്കാതെ അവനെ പിടിക്കാൻ പറഞ്ഞ്. മോളെ, ഇത് വേണ്ടിയിരുന്നില്ല. മോളൊരു പെൺകുട്ടിയല്ലേ? ഇനി എന്തൊക്കെ ഇതിൻ്റെ ബാക്കിയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പെണ്ണായതുകൊണ്ട് എല്ലാം സഹിച്ച് ക്ഷമിച്ച് ജീവിക്കണം എന്നാണ് സുരേഷേട്ടാ. ആണിനും പെണ്ണിനും ഈ സമൂഹത്തിൽ തുല്യ അവകാശമാണ്. ഇതിൻ്റെ ബാക്കി എന്തായാലും ഞാൻ അനുഭവിച്ചോളാം. അതിനുള്ള തൻ്റെ ഇടം ഉള്ളത് കൊണ്ട് തന്നെ അവനെ ഞാൻ